പ്രിയമുള്ളവരെ, പ്രിയ കർഷകരെ, ഇതാണ് നമ്മൾ മഞ്ചേരിക്കുളം വാഴവിത്ത് കൂട്ടിയിട്ടത്. ഇത് കംപ്ലീറ്റ് ഇപ്പോൾ കോട്ടയത്തേക്ക് ഓർഡർ ആയതാണ്. ഇനിയിപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ വെട്ടിയോടത്തുനിന്ന് പിരിച്ചുകാണ്ട് ഫ്രഷ് കന്ന്, പുതിയ കന്ന് കൊടുക്കുകയാണ്. ഇത് എല്ലാവരുടെ അടുത്തും 20 റുപ്യാണ്, 18 റുപ്യൊക്കെയാണ് വില. എൻ്റെ കയ്യിൽ 15 റുപ്യ വിലയുള്ളൂ. ഞാൻ കൃഷി ഉണ്ടാക്കുന്നിടത്ത് നിങ്ങൾക്ക് കൃഷിയുടെ അടുത്തുനിന്ന് വന്ന് കണ്ടിട്ട് ഇത് എങ്ങനെയൊക്കെ വെക്കുന്നത്, ഇത് എങ്ങനെയൊക്കെ കുഴിച്ചിടേണ്ടത്, എങ്ങനെയൊക്കെ ഇതിനെ സംരക്ഷിക്കേണ്ടത്, എത്ര പ്രാവശ്യം വളം ചെയ്യണം, എങ്ങനെയൊക്കെ വളം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും. കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു തരും. അങ്ങനത്തെ നല്ല മഞ്ചേരിക്കുളം പറഞ്ഞ വായൻ്റെ വിത്താണിത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് കോട്ടയത്തേക്കാണ് ഓർഡർ വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആലപ്പുഴയ്ക്ക് ഈ കന്ന് കൊടുത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയ്ക്ക് കന്ന് കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നല്ല ഉഷാറായിട്ട് ഇത് ഉണ്ടായി, നല്ല ഉഷാറായിട്ട് ഇത് കൊലച്ചു. അതൊരു മാഷ് കൊണ്ടുവരുന്നു, റിട്ടയർഡായ മാഷ് മനോഹരൻ പറഞ്ഞൊരു സാറാ കൊണ്ടുവരുന്നു. എന്നിട്ട് റേഡിയോയിൽ വന്നു, അതുപോലെ പേപ്പറിൽ വന്നു, യൂട്യൂബിലൊക്കെ വന്നിരുന്നു അതിൻ്റെ പരസ്യം. നല്ല റിസൾട്ട് കിട്ടി, 5 മാസം കൊണ്ട് കൊലച്ചു, നല്ല കൊല കിട്ടി. അങ്ങനത്തെ വിത്താണിത്. ഇത് 15 റുപ്യക്ക് ഈ വിത്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വന്നോളൂ. ഇത് കണ്ടോ, നല്ല സൂപ്പർ വിത്താണ്. മഞ്ചേരിക്കുളം പറഞ്ഞ വിത്ത് നല്ല സൂപ്പറാണ്. ഇത് പുതിയ കന്നാണ്, നമ്മൾ പഴയ കന്ന് ഇവിടെ കൊടുക്കണില്ല. ഫ്രഷ് കന്ന് പിരിച്ചിട്ട് കരിക്കിൻ്റെ കേടൊന്നും ഇല്ലാത്ത നല്ല കന്നാണ് കൊടുക്കുന്നത്. നല്ല കൊല കൊലക്കും. പിന്നെ അത് കാനലിൽ കൊണ്ടുപോയി വെക്കരുത്, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. വെക്കുന്നതിന് മുമ്പ് ചാണകവളത്തിലൊക്കെ മുക്കണം ഈ വായൻ്റെ കന്ന്. എന്തെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. എന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നീര് പറ്റിയിട്ട് ഇതിന് വേര് വന്നിട്ട് തൂമ്പ് വന്നിട്ട് വെക്കാൻ പാടുള്ളൂ, എന്നാലേ ഉണ്ടാവുള്ളൂ. പാടത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതുമ്പോൾ വെള്ളം കാണുകയാണെങ്കിൽ ആ വള്ളത്ത് കൊണ്ടുപോയി വെക്കരുത്. പറമ്പിൽ വെക്കുകയാണെങ്കിൽ ലേശം കുയിലാക്കി വെക്കണം, എന്നാലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ചണ്ടിയോ കരിയാലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ആദ്യം നിങ്ങൾ ഇത് വെക്കുന്ന സമയത്ത് ഇത്തലിടണം, എന്നാലും ഇതുകൊണ്ട് കാര്യം കിട്ടുള്ളൂ. മണ്ണിൻ്റെ പുളിരസം കുറക്കാനാണ് ഇത്തലിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എന്നാൽ ഇനിയും നമ്മൾ വീഡിയോ ചെയ്യും, കൃഷിനെ കുറിച്ചുള്ള വീഡിയോ കുറേ ചെയ്യാനുണ്ട്.